ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ രാഷ്ട്രീയമുണ്ട്, അതിനെ എതിർക്കുന്നവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്നുള്ളത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം എന്ന് കരുതുന്ന കാര്യം തിരുത്തുക, അതിൽ നിന്നും ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമമാണ്. ഇനി മതാതീതം എന്ന് പറയുമ്പോൾ എല്ലാ മതസ്ഥർക്കും എല്ലാ മതസ്ഥരെയും ചേർത്തുകൊണ്ടാണെന്നാണല്ലോ മതാതീതം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മതാതീതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായ പ്രസംഗമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം അദ്ദേഹം ഉദ്ധരിച്ചു എന്നുള്ളതാണ്. അതിൽ പറയുന്നു, ഒന്നിനെയും ദ്വേഷിക്കുന്നവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയ ഉണ്ടാവാനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും സഹിക്കുന്നവനുമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരെയും ദ്വേഷിക്കാത്ത ഒരാളുമായിട്ടല്ല, ഇതര മതസ്ഥരെ ദ്വേഷിക്കുന്ന, വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന, വിദ്വേഷം വിതറുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന, പ്രതികരണങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ക്ഷണിക്കുന്നു, അതിലൊന്നും തെറ്റു പറയാൻ വയ്യ. പക്ഷേ അദ്ദേഹത്തെ സ്വന്തം വാഹനത്തിൽ, ഔദ്യോഗിക വാഹനത്തിൽ തൻ്റെ വലതുവശത്ത് ഇരുത്തിക്കൊണ്ട് ഒന്നിച്ച് വന്നിറങ്ങുന്നത് ഒരു മെസ്സേജാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വഴി SNDP യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന് മുഴുവൻ വോട്ടും ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗത്തിനോട് ചേർന്ന് പോകുന്നില്ല ആ ചെയ്തി. അപ്പോൾ പ്രസംഗത്തെ അന്വർത്ഥമാക്കുകയാണോ ആ ചെയ്തി എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തത് VN വാസവൻ നടത്തിയ പ്രസംഗമാണ്. VN വാസവൻ എല്ലാ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരാണ് വന്നത്, സ്റ്റാലിൻ വന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു മുഖ്യമന്ത്രിമാരും വന്നിട്ടില്ല. വരാതിരുന്ന പലരുമുണ്ട്, സന്ദേശങ്ങൾ അയച്ച പലരുമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം മാത്രം അത് അവിടെ വായിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അവിടെ വായിക്കുന്നു. അതിനുശേഷം പുറത്ത് ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഞാൻ കണ്ടു, ആ സന്ദേശം മനോഹരമായ സന്ദേശം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇതേപോലെ വർഗീയ പ്രസംഗങ്ങൾ വഴി കുപ്രസിദ്ധി നേടിയ, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കണമെന്ന് തന്നെ പറയുന്ന, അവരും ഞങ്ങളും എന്ന് പറയുന്ന, 100 മുസ്ലിങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വർഗീയവാദിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതുവഴി എന്ത് സന്ദേശമാണ് നൽകുന്നത്? നേരത്തെ സുനിൽ പറഞ്ഞു വിയോജിക്കുകയാണ്. സുനിൽ പറഞ്ഞത് BJPക്ക് ഒരു അടിയായിരുന്നു. ഒരു തരത്തിൽ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, BJPക്ക് അടിയാവുന്നു. കാരണം BJPയുടെ ബദൽ പരിപാടി നടത്താൻ നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വരിക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് പറയുന്നത്, ഇവിടെ പറയുന്ന BJPയോട് മാത്രമല്ലല്ലോ, പൊതുജനത്തോടാണല്ലോ. മതാതീതം എന്ന് പറയുമ്പോൾ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പൊതുജനത്തോടാണ് സംസാരിക്കുന്നത്. അതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അപ്പോൾ ഇത് പർട്ടിക്കുലർലി ഒരു വിഭാഗത്തോട് മാത്രമായിട്ടുള്ള സന്ദേശമാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി നൽകിയത്? പക്ഷേ ആ പ്രസംഗത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ പ്രസംഗവും ചെയ്തിയും പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതിന് ദീർഘമായ പ്രസംഗത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇവിടെ BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവിടെ ക്ഷേത്രങ്ങൾ കട്ട് തിന്നുന്നു സർക്കാർ എന്ന് പറയുന്നതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ അന്തിത്തിരി കത്തിക്കാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ ദേവസ്വം വഴി എങ്ങനെയാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത്? അതിനുവേണ്ടി ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു? ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുക്കുന്ന തുക, അതുപോലെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്ന തുക, ഇനി ചെലവഴിക്കാനുള്ള തുക, കേന്ദ്രം നൽകേണ്ട കോടികൾ, ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഏതുവരെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ, ഇതൊക്കെ തന്നെയും മുഖ്യമന്ത്രി പ്രധാനമായും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ആളുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാണ് അടുത്തൊരു വിവാദം വരുന്നത്. 600 ചില്ലാനം ആളുകളെ വന്നിട്ടുള്ളൂ എന്ന് ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ അവർ നൽകിയ കണക്ക്, അതായത് രജിസ്റ്റർ ചെയ്ത കണക്കനുസരിച്ച് 3000-ഓളം പ്ലസ് 500 വിശിഷ്ടാതിഥികളുമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിഞ്ഞ കസേരകൾ അവിടെ കാണുന്നുണ്ട്. ഈ 3000 ഇരുന്നിട്ടും ഒഴിഞ്ഞ കസേരകളാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. പരിപാടി ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള ആലോചനയല്ല, കുറേ കാലമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നു. അത് മുഖ്യമന്ത്രി പറയുമ്പോൾ 2019 തൊട്ട് ആലോചിക്കുന്നതാണോ എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും. അങ്ങനെ ആലോചനയിൽ നടപ്പാക്കിയ പരിപാടിക്ക് അത്രത്തോളം ആളുകളെ എത്തിക്കാനായ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി അവിടെ എത്തിച്ചിരിക്കുന്ന ഇത്രയും ഒരു സർക്കാരിന് വേണമെങ്കിൽ ഇപ്പോൾ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടപ്പാക്കാം. ദേവസ്വമാണ് പരിപാടി നടത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും സർക്കാരാണ് അതിൽ ചെയ്യുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. സർക്കാരും ദേവസ്വം ബോർഡും കൂടി ഒരു പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യമുണ്ടോ ശബരിമല വികസനത്തിന് എന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ഇവരിൽ നിന്നൊക്കെ അഭിപ്രായം തേടുവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഈ പറയുന്നവർക്ക് സംസാരിക്കാൻ സമയമില്ലല്ലോ. ഉച്ചയോടെ പരിപാടി അവസാനിക്കുകയാണല്ലോ, പിന്നീട് അവിടെ സംഗീത പരിപാടിയാണല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. പിന്നീട് ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ച് അവരിൽ നിന്നും വിവരങ്ങൾ തേടും, ആ സമിതി നിർദ്ദേശങ്ങൾ അടുത്ത സമിതിക്ക് സമർപ്പിക്കുമെന്നൊക്കെയുള്ള പറയുന്നുണ്ട്. ശരി, ഇതൊക്കെയാണ്. പക്ഷേ ആത്യന്തികമായി ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദു മതത്തിനെതിരല്ല, ഹിന്ദു വിശ്വാസത്തിനെതിരല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ
യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ അന്ന് ശബരിമലയിലേക്ക് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കയറ്റിവിട്ട സ്ത്രീകൾ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് അവരോടാണോ പറയുന്നത്, അതോ ഇപ്പോൾ ബദൽ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്ന സംഘപരിവാറിനോടാണോ പറയുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. സംഘപരിവാർ ഇപ്പോൾ ഏതായാലും ഡൽഹിയിൽ നിന്ന് നടത്തിയിരിക്കുന്ന പരിപാടി അവർ ഉദ്ദേശിച്ച പോലെ നടപ്പാക്കാനായിട്ടില്ല. അതിന് ഇന്ദു മൽഹോത്രയെ അതിൽ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇന്ദു മൽഹോത്രയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനിരുന്നു. പക്ഷേ അവർ എത്തിയിട്ടില്ല. പക്ഷേ ബദൽ പരിപാടി എന്ന് പറയാൻ പോകുന്ന മറ്റന്നാൾ നടക്കാൻ പോകുന്ന പരിപാടിയാണ് പന്തളത്ത് ഈ സംഘപരിവാർ സംഘടനകളോട് യോജിക്കുന്ന ആളുകൾ ആ നിലയ്ക്ക് അവർ അതൊരു വലിയ പരിപാടിയാക്കും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന എപ്പോഴും 2 വള്ളത്തിൽ കാല് വെക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പ്രതിനിധി അയക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബദൽ സംഘമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുന്നതിൽ തെറ്റും ഉണ്ടാവില്ലല്ലോ. ബദൽ സംഘം എന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ ബദൽ സംഘം എന്ന് പറയുന്നില്ല. കാരണം ബദൽ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വിശ്വാസികൾക്ക് ഇനി അതിൻ്റെ പേരിൽ ഞങ്ങളോട് എതിർപ്പായാലോ? അപ്പോൾ എല്ലാം വോട്ടാണ് അടിസ്ഥാനപരമായി. അപ്പോൾ ഈ സംഗമം ജയിച്ചു എന്ന് പറയണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയണം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയണം. അപ്പോൾ അതിൽ വിജയിക്കുകയാണെങ്കിൽ ശരി, സംഗമത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടപ്പായി എന്ന് പറയാം. ഏതായാലും ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഇത്രയും വാചകങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഒരു കൗതുകമായി എന്നുള്ളതാണ്. Meet the editors.